നമ്മളിന്ന് ആരംഭിക്കുന്നത് അടിമാലിയിലെ മറിയക്കുട്ടിയുടെ ആ വാർത്തയിൽ നിന്നാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് എതിരെ ഇടുക്കി അടിമാലിയിലെ 78 വയസ്സുകാരി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ രൂക്ഷമായി ഹൈക്കോടതി ഇന്ന് വിമർശിച്ചു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്ന് കോടതി വ്യക്തമാക്കി. ആഘോഷങ്ങൾക്കും മറ്റും ചെലവാക്കാൻ സർക്കാരിന് പണമുണ്ടല്ലോ എന്നും കോടതിയുടെ ചോദ്യം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. അടിമാലിയിൽ പിച്ചച്ചട്ടിയെടുത്ത സർക്കാരിനെ വട്ടം കറക്കിയ മറിയക്കുട്ടി അവിടം കൊണ്ടും നിർത്തിയില്ല. ഇത്തവണ കേസും കൂട്ടവുമായി എത്തിയത് ഹൈക്കോടതിയിൽ. പരിഗണിച്ചതാകട്ടെ സാക്ഷാൽ ദേവൻ രാമചന്ദ്രനും. വിധവാ പെൻഷൻ കുടിശ്ശിക വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. 78 വയസ്സുള്ള സ്ത്രീയാണ് ഹർജിക്കാരിയെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഓർമ്മപ്പെടുത്തൽ. ക്രിസ്മസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂവെന്നും മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും കോടതിയുടെ ചോദ്യം. കേന്ദ്ര സർക്കാർ വിഹിതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ന്യായീകരിച്ചു. മറിയക്കുട്ടിക്ക് വേറെ വരുമാനമൊന്നുമില്ലെന്നായിരുന്നു അവരുടെ അഭിഭാഷകന്റെ പ്രതിരോധം. പാപ്പരാണെന്ന് സർക്കാർ കൈമലർത്തിയെങ്കിലും വിടാൻ ഒരുക്കമായിരുന്നില്ല ഹൈക്കോടതി. ചോദ്യങ്ങൾക്കുമേൽ ചോദ്യങ്ങളുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനെ നേരിട്ടു. കോടതി പൗരനൊപ്പമാണെന്നും തുറന്നടിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി കർശന നിലപാടെടുത്തു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ആഘോഷങ്ങൾക്കും മറ്റും പണം ചിലവഴിക്കാൻ സർക്കാരിന്റെ കൈവശമുണ്ട്. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. ക്രിസ്മസ് സീസണാണെന്ന് ഓർക്കണമെന്നും സർക്കാരിന് മറിയക്കുട്ടി VIP അല്ലെങ്കിലും കോടതിക്ക് അങ്ങനെയാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. പിന്നാലെ ഹൈക്കോടതി ഇടപെടലിന് നന്ദി പറഞ്ഞ മറിയക്കുട്ടിയും രംഗത്തെത്തി. അതേസമയം പണം എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ നാളെ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മറിയക്കുട്ടി വിടാൻ ഭാവമില്ല. സർക്കാർ പെൻഷൻ നൽകിയില്ലെങ്കിൽ മറിയക്കുട്ടിക്ക് ചെലവിന് നൽകണമെന്ന് കോടതിയും. നാളത്തെ ദിനം സർക്കാരിന് നിർണായകം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നമ്മളങ്ങനെ ഈ പരിപാടി ആരംഭിച്ചു. മറിയക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ. യൂട്യൂബിൽ കമന്റുകൾ വന്നു തുടങ്ങി. മറിയക്കുട്ടി ഒരു വ്യക്തിയല്ല, ഒരു ജനതയുടെ ശബ്ദമാണ് എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഇനി നാളെ മറുപടി പറയേണ്ടി വരും. പൊതുജനങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു, എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. പ്രതികരണങ്ങളിലേക്ക്. പെൻഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് ആഘോഷങ്ങൾക്ക് ചിലവാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. വയസ്സായി ആരെയും ഉപദ്രവിക്കാതെ പോകും. ഒരു സർക്കാരിൻ്റെ ദയവാണ് അത് തരുന്നത്. പക്ഷെ നമുക്ക് ഇതിനും കിട്ടിയില്ല. മാസം തോറും ഞങ്ങൾക്ക് കിട്ടിയ അത്രയും ഉപകാരം. ആരെയും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ 3 മാസം ഒത്ത് കിട്ടിയോണ്ട് ഒരു കാര്യമില്ല. മാസം തോറും കിട്ടിയെങ്കിലേ അത് പ്രയോജനമുള്ളൂ. മരുന്ന് വാങ്ങിക്കാനായാലും എന്ത് ആവശ്യങ്ങളായാലും. സർക്കാരിൻ്റെ പരിപാടിയാണ്, അത് സർക്കാർ നടത്തും. അതിൻ്റെ ഒപ്പം ക്ഷേമ പെൻഷനും കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞെങ്കിലും സർക്കാർ അത് കൊടുക്കും. ഈ പെൻഷൻ കൂട്ടിയതാണ് ഈ ഗവൺമെൻറ്റാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ആർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ആർപ്പാടൊന്നുമില്ല. സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ഷേമ പെൻഷൻ അത് അർഹരായിട്ടുള്ളവർക്ക് കൊടുക്കണമെന്നാണ് ഒരു എൻ്റെ അഭിപ്രായം. കോടതി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറിയക്കുട്ടി മാത്രമല്ല, മറിയക്കുട്ടിയുടെ പോലെ തന്നെ പലരും ഉണ്ട് ഇതിനെ മാത്രം ആശ്രയിച്ച് കാത്ത് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ക്രിസ്മസിനെങ്കിലും എന്തെങ്കിലും ഒരു കേക്ക് മേടിച്ച് കഴിക്കാൻ വേണ്ടിയുള്ളൊരു പൈസ കൊടുക്കണമെന്നാണ് ഒരു സാധാരണക്കാരെന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. അങ്ങനെ പ്രേക്ഷക പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല. ജോസ്വിൻ ജോസഫ് പറയുന്ന എല്ലാ മാസവും പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരമേറ്റവർ ഇപ്പോൾ അത് ഓർക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സർക്കാരിൻ്റെ വാഗ്ദാനം ചൂണ്ടിക്കാണിച്ചുള്ള വിമർശനമാണ്. മറിയക്കുട്ടി സൂപ്പറാണെന്ന് മുജീബ് ഒറ്റാലിയുടെ പ്രതികരണം വരുന്നു. മറിയക്കുട്ടി പുലി എന്നാണ് സുരേഷ് AP
പറയുന്ന പ്രതികരണം. ഇങ്ങനെ മറിയക്കുട്ടിയുടെ ജീവന് Z കാറ്റഗറി സുരക്ഷ വേണം, പ്രതിഷേധ സാധ്യതയുണ്ട് എന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന പ്രതികരണം. അങ്ങനെ മറിയക്കുട്ടി ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു വ്യക്തിയായി തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ വിധി കൂടി പുറത്തു വരുമ്പോൾ സർക്കാർ നാളെ എന്തു മറുപടി നൽകും ഈ വിഷയത്തിൽ എന്നത് നാളെ കണ്ടറിയുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.